എന്തായാലും നോറയ്ക്ക് നല്ലൊരു അവസരമാണ് കൊടുത്തത് പെർഫോമൻസ് ചെയ്യാനായിട്ട്. 2 ദിവസമായിട്ട് നോറ ഭയങ്കര ഡള്ളായിരുന്നു, പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ ടാസ്കുകളിൽ തോൽക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോറ സത്യത്തിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. നോറയ്ക്ക് ഇന്ന് ഉറങ്ങിയതിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് കിലുക്കത്തിലെ രേവതിയായിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ അഭിനയിക്കാനാണ്. തകർത്ത് അഭിനയിക്കുന്നുണ്ട് നോറ അവിടെ. തകർപ്പനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർപ്പനായിട്ട് അവിടെ ലൈവിൽ മൊത്തം നോറ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നോറയുടെ പെർഫോമൻസ്, നോറയുടെ സംസാര രീതികൾ, നോറയുടെ ആക്ഷൻസ്, ഡാൻസ് ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻ പ്രസൻസ് മുഴുവൻ കിട്ടിയിരിക്കുന്നത് നോറയ്ക്കാണ്. എന്തായാലും മണ്ടത്തരം പറ്റിയെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ പവർ ടീമിനെ ഇങ്ങനൊരു ശിക്ഷ നോറയ്ക്ക് കൊടുത്തത്. നോറ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. കിട്ടിയ അവസരത്തിന് കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടും ഒക്കെ അവർക്കിട്ട് നല്ല പണിയും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജിൻഡോനൊക്കെ കയറിയിട്ട് മണ്ടന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യും, ബിഗ് ബോസേ പ്രേക്ഷകരെ കേൾക്കേണ്ട, ബിഗ് ബോസേ മണ്ടൻ ഇവിടെ എന്തിനാ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന രീതിയിൽ കുറേ പറയുന്നുണ്ട്. ജിൻഡോയും വിട്ടുകൊടുക്കുന്നില്ല. ജിൻഡോ അവിടെ ഇരുന്ന് ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്, ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള മട്ടിൽ. എന്നിട്ട് ജിൻഡോ അവിടെ വലിയ കോമഡിയൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഞാൻ കൊണ്ടുപോയിട്ട് വലിയ മലയിലൊക്കെ കൊണ്ടാക്കി വന്നതാണല്ലോ, ഇത് എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നോറയുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഇരുന്ന് ചിരിയാണ്. നോറേനെ കളിയാക്കുന്ന കാണുമ്പോഴും എല്ലാവരും വട്ടം കൂടി ഇരുന്ന് ചിരിക്കുന്നുമുണ്ട്. അവിടെ എന്തായാലും ജിൻഡോന്റെ കമന്റ് ഒക്കെ കേട്ടു, ജിൻഡോന്റെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് എല്ലാവരും ഇരുന്ന് ചിരിയാണ്. നോറ അതിനനുസരിച്ച് എല്ലാവർക്കും ഇട്ട് കൊട്ടുന്നുണ്ട്. കിട്ടുന്ന അവസരത്തിൽ ഓരോരുത്തർക്കും പറയാനുള്ള ഡയലോഗുകൾ കിട്ടുന്ന അവസരത്തിൽ പറയുന്നുണ്ട്. നോറ അങ്ങനെ കൂടുതൽ പറയുമെന്ന് തോന്നുന്ന സമയത്ത് പവർ ടീം കയറിയിട്ട് മ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. സ്റ്റാച്യു എന്നൊക്കെ പറയുന്ന സമയത്ത് നോറ അവിടെ അനങ്ങാതെ നിൽക്കണം. അല്ലാത്ത സമയത്തൊക്കെ ചാടിത്തുള്ളി നടക്കണം. അവിടെ കിതച്ച് പട്ടിയാവുന്ന സമയത്തൊക്കെ കയറിയിട്ട് ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. സിബിൻ പറയുന്നുണ്ട് മോൾ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നുണ്ട് ഇത്രയും നേരം ചാടിക്കുകയും തുള്ളിക്കുകയും ചെയ്തിട്ട് വയ്യാണ്ടായി അത്രയും പരിവായ സമയത്ത് മോൾ ഇരുന്നോ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നൊന്നുമില്ല, നിങ്ങളുടെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നോറയോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു പവർ റൂമിനെ പറ്റി വലിയൊരു അബദ്ധമാണ് നോറയ്ക്ക് കൊടുത്ത ഈ ടാസ്ക് എന്നാണ് തോന്നുന്നത്. നോറയ്ക്ക് ഇത്രയും നന്നായി പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയൊരു അവസരമായിരുന്നു അത്. നോറ എല്ലാവർക്കും അതിനിടെ കൂടെ കൊടുക്കാനുള്ളതും കൊടുക്കുന്നുണ്ട്.